നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വേദനാജനകമായ കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് സിനിമ ഇൻഡസ്ട്രിയെ ഭരിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനുണ്ടായിരുന്നു, AR റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും മൂളിക്കേൾക്കാത്തവരോ അല്ലെങ്കിൽ മൂളിപ്പാട്ടായി അവതരിപ്പിക്കാത്തവരോ ആയിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ആ കാര്യം ഒന്ന് പരിശോധിക്കാം. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണെന്ന ഗുരുതര ആരോപണവുമായി ഓസ്കാർ ജേതാവ് AR റഹ്മാൻ. തന്നെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പിന്നിൽ വർഗീയമായ പല കാരണങ്ങൾ ഉണ്ടാകാമെന്നും അദ്ദേഹം തുറന്നടിച്ചു. BBC ഏഷ്യൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ബോളിവുഡിലെ മാഫിയ പ്രവർത്തനങ്ങളെയും വിവേചനത്തെയും കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഹിന്ദി സിനിമാ മേഖലയിലെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് AR റഹ്മാൻ ചൂണ്ടിക്കാട്ടി. സർഗാത്മകതയുമായി ബന്ധമില്ലാത്ത ചില വ്യക്തികൾ സിനിമാ നിർമ്മാണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. താൻ സംഗീതം നൽകേണ്ടിയിരുന്ന പ്രൊജക്ടുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കി പകരം മറ്റ് 5ഓളം പേരെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഇപ്പോൾ പതിവായ ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. 90കളിൽ ബോളിവുഡിൽ എത്തിയപ്പോൾ എനിക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 8 വർഷമായി സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. എന്നെ ഒഴിവാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. നിങ്ങളെയാണ് സംഗീത സംവിധാനത്തിന് നിശ്ചയിച്ചത്, എന്നാൽ നിർമ്മാണ കമ്പനി വേറെ 5 പേരെ കൂടി നിയമിച്ചു എന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുന്നത് എന്ന് AR റഹ്മാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത്തരം അവഗണനകളിൽ താൻ തളരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എനിക്ക് അവസരങ്ങൾ കുറയുമ്പോൾ അത് കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനുള്ള അവസരമായി ഞാൻ കാണുന്നു. ഹിന്ദി സിനിമയിൽ നിന്ന് ജോലി കുറഞ്ഞാലും എന്റെ സംഗീതം തേടി ആളുകൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു. റഹ്മാന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴി തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയാണ് AR റഹ്മാൻ. കേവലം ഒരു സംഗീത സംവിധായകൻ എന്നതിലുപരി ശബ്ദ വിന്യാസങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച മാന്ത്രികനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദിലീപ് കുമാർ എന്ന സാധാരണക്കാരിൽ നിന്ന് AR റഹ്മാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച കഠിനാധ്വാനത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും കൂടി കഥയായിരുന്നു. 1966 ജനുവരി 6-നാണ് ചെന്നൈയിലെ ഒരു സംഗീത കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചത്. AS ദിലീപ് കുമാർ എന്നായിരുന്നു അന്നത്തെ പേര്. പിതാവ് RK ശേഖർ. അദ്ദേഹം സംഗീത ലോകത്ത് ആ കാലത്ത് സജീവമായിരുന്നെങ്കിലും റഹ്മാന് 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. അതോടെ കുടുംബത്തിന്റെ ഭാരം റഹ്മാന്റെ ചുമലിലായി.